ഇന്നേ പറമ്പിലൂടെ നടന്നപ്പോൾ ഒരു ചേനപ്പൂ കിട്ടി. നമുക്കത് എങ്ങനെയാ എന്തൊക്കെ ചെയ്യാവുന്നെന്ന് നോക്കാം. ഇപ്പം ഈ മഴയൊക്കെ പെയ്ത് തുടങ്ങിയ സമയത്തെ ഇങ്ങനെ പഴയ ചേനയുടെ മൂടുണ്ടല്ലോ, അതിൽ ഉണ്ടാകുന്ന ഒരു സാധനം നിങ്ങളൊക്കെ കറി വെച്ചിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ഒന്ന് നോക്കാം, വായോ. നമ്മുടെ ചേനയുടെ പൂവേ നമ്മളിതേ മുറിച്ചു. എന്ത് ഭംഗിയാന്ന് നോക്കിയേ കാണാനല്ലേ. നോക്കിയേ, ഇത് കണ്ടോ, കാണാൻ ഇത്രയും ഭംഗിയുള്ള ഒരു സാധനമാണെങ്കിൽ പോലും ഇല്ലേ, ഇതൊന്ന് വിരിഞ്ഞ് ചീഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, അത്ര മണമായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുള്ളതായിരിക്കും. നമുക്കിത് നന്നായിട്ട് ഒന്ന് കഴുകിയതാണ്. പൊളന്ന് കഴിഞ്ഞിട്ട് മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ വൃത്തിക്ക് കഴുകാം. കാര്യം എന്നാന്ന് ചോദിച്ചാലേ, ഇനി ഇതിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വല്ലോ ഈച്ചയോ പ്രാണിയോ എന്തെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം. ഇതിൻ്റെ ആ ചുവട് മാത്രം ഒന്നും മുറിച്ച് മാറ്റിയിട്ടില്ലേ, ബാക്കി എല്ലാ ഭാഗവും എടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കണം. ഇത് ഭയങ്കര പ്രോട്ടീൻ അടങ്ങിയ സാധനമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ, ഞാൻ പറയാൻ മറന്നുപോയോ. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് പരിപ്പും ഇതും കൂടെ നമ്മൾ ചേനപ്പൂവും കൂടെ നമ്മൾ വറുത്തരച്ച് കറി വെക്കുവാണ്. ഇത് മസാലക്കറി ഉണ്ടാക്കാം, പിന്നെ ഒരു തോരനും കൂടെ ഞാൻ ഉണ്ടാക്കി തരാം. ഇത് നമുക്ക് വലിയൊരു മൂടിൻ്റെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ വലിയൊരു പൂവാണ്. നമ്മൾ ചേനപ്പൂവ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പകുതി ഭാഗമാണ് ഈ കാണുന്നത്. പകുതി ഭാഗം തോരൻ വയ്ക്കാൻ കുറച്ചും കൂടെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് പരിപ്പിട്ട് വറുത്തരച്ചൊരു കറിയാണ്. നിങ്ങളിൽ പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, നിങ്ങൾ ഒരുപാട് കാലം മുമ്പേ കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ കഴിക്കാത്തവർ അല്ലെങ്കിൽ ഇത് കിട്ടാത്തവർ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ പരിപ്പും ചേനപ്പൂവിനും ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മളൊരു 1/2 കപ്പ് പരിപ്പ് വെള്ളത്തിൽ ഇട്ട് കുതിർത്തി വെച്ചിരുന്നതാണ് കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ കുക്കറിലേക്ക്. ഇനി നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചേനയുടെ പൂവ് അതും കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അല്ലോ, ഇത്ര മതിയേ, ബാക്കി നമുക്ക് തോരന് വേണമല്ലോ. കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം, ഒരു 2 തണ്ട് കറിവേപ്പില, ഇത്ര ഇട്ട് പിന്നെ ഇതാ ഈ ഒരു തക്കാളിയും കൂടെ, ഈ ഒരു തക്കാളിയും കൂടെ ഇട്ടിട്ട് നമ്മൾ വേവിക്കുവാണേ. കുക്കറൊന്ന് മൂടാം. സ്റ്റൗവൊക്കെ കത്തിച്ച് ഒരു 2 വിസിൽ വരട്ടെ കേട്ടോ. നമ്മുടെ പരിപ്പും ചേനപ്പൂവും വേകുന്ന സമയത്തിന് അപ്പുറത്തെ സ്റ്റൗവിലിട്ട് നമുക്കൊരു പാൻ എടുത്ത് വയ്ക്കാം. അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ തേങ്ങ വറുത്ത് കൊടുക്കണം. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് 1 മുറി തേങ്ങ എടുത്തേക്കുന്നത് കേട്ടോ. അതിനകത്ത് 2 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ചെറിയുള്ളി, പിന്നെ വറ്റൽമുളക് ഇട്ട് നമുക്ക് നല്ല ചുമക്ക വറുത്തെടുക്കാവേ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അതിലേക്ക് നമ്മൾ 1/2 മുറി തേങ്ങ ഇട്ട് കൊടുത്തു. ഇതാ 2 വെളുത്തുള്ളി, 2 ചെറിയുള്ളി, എരിവിന് പാകത്തിന് മുളക് കേട്ടോ. ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് പാകത്തിന് മുളക് ഇട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണേ. ഈ ചട്ടിക്കകത്തിരുന്നൊരു മൂപ്പും കൂടെ ഉണ്ട്, അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. എന്താ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നടുവൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇതാ ചെറിയ സ്പൂണിന് 1 സ്പൂൺ മല്ലിപ്പൊടി. ഇത് കടലക്കറി അല്ലേ ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതാ പിന്നെ നമ്മൾ ഇടുന്നതേ ഒരു ചെറിയ സ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ സ്റ്റൗവൊക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. എന്നിട്ട് പതിയെ ഇരുന്നങ്ങോട്ട്
ചൂടായിക്കോളും. ചട്ടിയിലിരുന്നൊന്ന് മൂക്കും. നമ്മുടെ തേങ്ങയൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ തണുത്തിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കണ്ടേ? ദാ എല്ലാം വെന്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഇളക്കിക്കൂട്ടാം. നല്ലപോലെ വെന്ത് ഉടഞ്ഞു. ഇനി ഇതേ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് കണ്ടോ. ഇതാ സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വറുത്തരച്ച നമ്മുടെ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കണേ, കുറച്ച് വെള്ളം. നമ്മുടെ അരപ്പൊക്കെ ഒഴിച്ചു. ഈ സമയത്തേ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണേ. ഇതിനകത്ത് വാളംപുളി ഒന്നും ചേർക്കത്തില്ല കേട്ടോ. ഇതിനകത്ത് തക്കാളി ചേർത്തിട്ടുണ്ട്. വാളംപുളിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു തക്കാളി, ഒരുപാട് പുളിയുള്ള ഒരു കറിയൊന്നും അല്ല. അപ്പം എല്ലാവരും ചോദിക്കും ഇതിനകത്ത് എന്താണ് പുളി വേണ്ടതെന്നൊക്കെ. ഇത് വേറൊരു സ്റ്റൈൽ. ഒരു നുള്ളുപ്പും കൂടെ വേണം കേട്ടോ. നമ്മൾ കടലക്കറിക്കൊന്നും തക്കാളി അല്ലാതെ നമ്മുടെ പുളിയൊന്നും പിഴിഞ്ഞൊഴിക്കത്തില്ല. അതുപോലെ ഒരു കറിയാണ് കേട്ടോ. ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ചെറിയ വറവിടണം. പാൻ ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. മതി. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. മൂത്തിട്ടുണ്ട്. നമുക്ക് 2 വറ്റൽമുളകും ഇട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇടാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചേനപ്പൂവും പരിപ്പും കൂടെ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നല്ല എന്താ പറയുക, ഒരു ഇറച്ചിക്കറിയുടെയും അല്ലെങ്കിൽ ഒരു കടലക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്. നല്ല രുചിയാണ്. എല്ലാവരും ഭയങ്കര എന്താ പറയുക, ഹൈ പ്രോട്ടീനാണ് ഇത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ചേനയുടെ പൂവ് കിട്ടിയാൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.